അത് ശബരിമലയിൽ ഈ സ്വർണ്ണപ്പാളി സമർപ്പിച്ചിരിക്കുന്നത്. എന്തു നടക്കാൻ പാടില്ല എന്നതിന്റെ പേരിലാണോ സന്നിധാനത്ത് നിന്ന് അയ്യപ്പന്റെ സ്വത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന നിർദ്ദേശം അവിടെയുള്ളത്? അത് ലംഘിക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ മുഴുവൻ അട്ടിമറികളും, ഈ ദിവ്യ ദർശനവും സ്വപ്നവും കഥയും മറ്റൊരു പാളി തയ്യാറാക്കലും ഒക്കെ നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും അതൊന്ന് ആലോചിച്ച് നോക്കൂ. 2019 ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ടാണ് ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഇന്നലെയൊക്കെ കൊടുത്തത് 1998 വിജയ് മല്യ ശ്രീകോവിൽ സ്വർണം പൂശുമ്പോൾ മേൽക്കൂര മാത്രമല്ല 2 ദ്വാരപാലക വിഗ്രഹങ്ങൾ അടക്കമാണ് സ്വർണം പൂശിയതെന്നുള്ള തെളിവുകൾ അന്നത്തെ പത്രങ്ങളിൽ അടക്കമുണ്ട്. അപ്പോൾ അന്ന് ആ 2098 സ്വർണം പൂശി വെച്ചിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ചെമ്പ് പാളികളെന്ന് പുതിയൊരു ഉത്തരവുണ്ടാക്കിയാണ് ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത്. അവിടെയൊക്കെ അങ്ങനെ അത്തരം 2 നിയമലംഘനങ്ങൾ അവിടെ നടക്കുകയാണ്. ഒന്ന്, സ്വർണ്ണപ്പാളി ചെമ്പുപാളിയെ ഉത്തരവിൽ മാറുന്നു. മറ്റൊന്ന്, ദേവസ്വം മാനുവലിന് വിരുദ്ധമായി ഈ സ്വർണ്ണപ്പാളി ഒരാളുടെ കയ്യിൽ, ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിൽ പുറത്തേക്ക് കൊടുത്തു വിടുന്നു, അറ്റകുറ്റ അല്ലെങ്കിൽ സ്വർണം പൂശാനായി. അങ്ങനെ കൊണ്ടുപോകാനേ പാടില്ല എന്നാണ്. അപ്പോൾ ഈ 2019 തന്നെ സെപ്റ്റംബർ 14 ബാംഗ്ലൂരുവിലെ ഒരു പത്രത്തിൽ വന്ന ഈ വാർത്ത വെച്ചിട്ടാണെങ്കിൽ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് വിജിലൻസ് സംശയിക്കുന്നത് ഈ കവചം ഉണ്ണികൃഷ്ണൻ പോറ്റി നേരെ കൊണ്ടുപോയിരിക്കുന്നത് ബംഗളൂരുവിലേക്കാണ്. അവിടെ കേന്ദ്രീകരിച്ച് ഒരു സ്പോൺസർഷിപ്പ് പരിപാടി ഒപ്പിച്ച് പുതിയ ഒരു അങ്കി നിർമ്മിച്ച്, ഒരു കവചം നിർമ്മിച്ച് അതാണ് ശബരിമലയിൽ എത്തിച്ചത്. പഴയ കവചത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ദുരൂഹമാണ്. ഇതാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ ഏതായാലും ഇതിൽ വിശദമായ അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. അപ്പോൾ ബംഗളൂരു കേന്ദ്രീകരിച്ച് വലിയ അട്ടിമറി നടന്നിരിക്കുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണോ ഇതിന്റെ ആസൂത്രണം, അതോ അതിനപ്പുറം മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് വിജിലൻസിന് വ്യക്തത വരേണ്ടത്. അതുകൊണ്ട് ഈ പേരിൽ, ഈ വാർത്തയിൽ പറയുന്ന എല്ലാ പേരുകളും, അതായത് ഈ വാർത്ത പ്രസിദ്ധീകരിച്ച സ്ഥാപനം, ഇത്രയും വലിയ, അതായത് ഈ വാർത്തകൾ ശരിവെക്കുന്ന കണക്കാണെങ്കിൽ വിജിലൻസിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും അറിയപ്പെടുന്നത് ശബരിമലയിലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ, ഭക്തൻ, അയ്യപ്പന്റെ ദ്വാരപാലക ശില്പങ്ങൾ അടക്കം സ്വർണം പൂശാൻ തയ്യാറായ ഉത്തമ ഭക്തൻ എന്ന നിലയ്ക്കാണ് ഈ തട്ടിപ്പ് മുഴുവനും കാണിച്ചിട്ട്. തീർച്ചയായിട്ടും. അതുമാത്രമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോഴും പിന്തുണയ്ക്കുന്ന ഒരുപാട് പേർ ദേവസ്വം ബോർഡിലും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുമുണ്ട്. അവർ പലപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ ഇതിനകത്ത് നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് അവ്യക്തതകൾ മുഴുവൻ കാര്യങ്ങളിലും വരുത്താൻ ഒരു നിഗൂഢമായ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ശബരിമലയിൽ സ്വർണം പൂശിയത് എന്നാണ് എന്നുള്ള കാര്യത്തിൽ. അത് 98 സെപ്റ്റംബർ 4 വിജയ് മല്യ സ്വർണം പൂശിയ ആ തങ്ക ശ്രീകോവിൽ ഭക്തജനങ്ങൾക്ക് ദേവസ്വം ബോർഡിനായി സമർപ്പിക്കപ്പെട്ടത് എന്നുള്ളത് അന്നത്തെ മാധ്യമങ്ങളിലെല്ലാം പത്രങ്ങളിലെല്ലാം വാർത്ത വന്നതാണ്. പക്ഷെ ദേവസ്വം ബോർഡിന്റെ കണക്കിൽ അത് ഇപ്പോഴും 99. ആ ഒരു വർഷം ലാഗ് എന്തുകൊണ്ട് രേഖകളിൽ വന്നു എന്നുള്ളത് സംശയിക്കപ്പെടേണ്ട കാര്യമാണ്. പിന്നെ അന്ന് സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പുപാളികളാണെന്ന് രേഖകളിൽ പെടുത്തിക്കൊണ്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തയച്ച് പുതിയതായി സ്വർണം പൂശുന്നു എന്ന് വരുത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നടന്നത്? ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ആസൂത്രണം ചെയ്ത ഒരു കാര്യമാണോ, അതല്ല അതിനപ്പുറം ദേവസ്വം ബോർഡിന്റെ ആരെങ്കിലും ഇതിനകത്ത് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഏതായാലും ഈ ഏറ്റവും നിർണായകമായ ഒരു തെളിവാണ്, ഒരു വിവരമാണ് ദേവസ്വം വിജിലൻസ് വിഭാഗത്തിന് ബംഗളൂരുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇവിടുന്ന് ശബരിമലയിൽ നിന്ന് ഈ പാളികൾ കൊണ്ടുപോയി 1 മാസവും ഏതാണ്ട് 10 ദിവസവും ഉണ്ണികൃഷ്ണൻ പോറ്റി കയ്യിൽ വെച്ചത് എങ്ങനെയാണ്? അതായത് തിരുവാഭരണം കമ്മീഷൻ അടക്കം ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ പോയി നോക്കുന്ന സമയം എന്ന് പറയുന്നത് ഏതാണ്ട് 1 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ്. എന്തുകൊണ്ട് ഇത് ഇത്രയും കാലം ഇവിടെ ഈ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊണ്ടുപോയില്ല എന്നുള്ളത്? ആത്യന്തികമായി കൊണ്ടുപോകാനേ പാടില്ല. എന്തുകൊണ്ട്? രണ്ടാമത്, എന്തുകൊണ്ട് കാലതാമസം ഉണ്ടായി എന്ന കാര്യത്തിൽ അന്നൊരു അന്വേഷണം നടത്താൻ ഇവരിൽ ആരെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ 2019 പുറത്തു വരേണ്ട കള്ളിയാണ് ഇത്രയും കാലത്തിന് ശേഷം അനന്തൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഒരു കാവ്യനീതി എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ വിശ്വാസികൾക്ക് അതൊരു പക്ഷേ അയ്യപ്പന്റെ ഒരു ശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ എന്ന നിലയ്ക്ക് വിശ്വാസികൾ അത് വ്യാഖ്യാനിക്കുന്നത് പോലെ ആ നിലയ്ക്ക് ഇത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരുന്നത്. അന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ ഈ സംവിധാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു ഇത്. അതെ മാധു, അതിനകത്ത് ചില ചോദ്യങ്ങളുടെ ഉത്തരം ഈ വാർത്തയിൽ തന്നെ ഉണ്ട്. എന്തുകൊണ്ടാണ് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ആ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം 3 ദിവസം കൊണ്ട് ചെന്നൈയിലെത്തിക്കാം, പക്ഷേ ചെന്നൈയിലെത്തിയത് 39 ദിവസം കഴിഞ്ഞാണ്. എവിടെയാണ് താമസം വന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഈ വാർത്തയിൽ പറയുന്ന ചെമ്പുപാളി ഉണ്ടാക്കിയത് ഹൈദരാബാദിലാണ് എന്നുള്ളത്. ഒരു പക്ഷേ ഇത് ബംഗളൂരുവിൽ കൊണ്ടുവന്ന് പുതിയ സ്പോൺസറെ കണ്ടെത്തി അതിൻ്റെ അതേ മോൾഡിൽ പുതിയ ചെമ്പുപാളി ഉണ്ടാക്കാൻ വേണ്ടി ഹൈദരാബാദിലേക്ക് പോയി. അപ്പോൾ ആ ഹൈദരാബാദിൽ നിന്ന് ചെമ്പുപാളികൾ കിട്ടുന്നത് വരെയുള്ള കാലതാമസമാകാം ഈ 1 മാസം. ഈ 1 മാസം കഴിഞ്ഞിട്ട് ദേവസ്വത്തിൻ്റെ മുൻ തിരുവാഭരണ കമ്മീഷണർ, ഇന്നലെ നമ്മളുടെ മാതൃഭൂമിയിൽ സംസാരിച്ച രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് പിന്നീട് നിയോഗിക്കപ്പെടുന്നത്. ചെന്നൈയിൽ ഇതിൻ്റെ പണി എന്തുവായി മേൽനോട്ടം വഹിക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച ഒന്നുമില്ല,
സ്വർണവുമില്ല, തങ്കവുമില്ല, കുറെ ചെമ്പ് പാളികൾ അവിടെ 13ഓളം പീസുകളായിട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കണ്ടത് ഒരു പക്ഷേ ഈ വാർത്ത പ്രകാരം ദേവസ്വം വിജിലൻസ് സംശയിക്കുന്ന രീതിയിലാണെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് പുതുതായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന അതേ മാതൃകയിലുള്ള ചെമ്പുപാളികളാകാം അദ്ദേഹം അവിടെ കണ്ടത്. പിന്നീട് അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഏതായാലും ആ ഒരു മാസം ബാംഗ്ലൂരിൽ തന്നെ ആയിരുന്നു ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നത്, അട്ടിമറികൾ നടന്നത് എന്നാണ് ദേവസ്വം വിജിലൻസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ബംഗളൂരു കേന്ദ്രീകരിച്ച്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിനീത് ജെയിൻ എന്ന് പറയുന്ന ഈ പേര്, ഇനി വിനീത് ജെയിൻ ഉണ്ടോ എന്നുള്ള കാര്യവും അറിയില്ല. ഇനി അങ്ങനെ ഒരു വാർത്തയിലൊക്കെ ഈ വിനീത് ജെയിൻ്റെ പേര് ബോധപൂർവം വരുത്തിയതാണോ എന്നുള്ള കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വിജിലൻസ്.